ഓം ശാന്തി 31/7/2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, നിങ്ങൾ തന്റെ സമയം വ്യർത്ഥമാക്കരുത്. ഉള്ളിൽ ജ്ഞാനം സ്മരിച്ചുകൊണ്ടിരിക്കൂ. എങ്കിൽ ഉറക്കം ജയിച്ചവരായി മാറും. കോട്ടുവായി വരില്ല. ചോദ്യം: നിങ്ങൾ കുട്ടികൾ എന്തുകൊണ്ടാണ് ബാബയിൽ സമർപ്പണമായിരിക്കുന്നത്? സമർപ്പണമാകുന്നതിന്റെ അർത്ഥമെന്താണ്? ഉത്തരം: സമർപ്പണമാവുക അർത്ഥം ബാബയുടെ ഓർമ്മയിൽ മുഴുകുക. എപ്പോൾ ഓർമ്മയിൽ മുഴുകുന്നുവോ അപ്പോൾ ആത്മാവാകുന്ന ബാറ്ററി ചാർജാകുന്നു. ആത്മാവാകുന്ന ബാറ്ററിയെ നിരാകാരനായ ബാബയുമായി ബന്ധിപ്പിക്കുമ്പോൾ ബാറ്ററി ചാർജാകുന്നു. വികർമ്മം നശിക്കുന്നു. സമ്പാദ്യത്തിന്റെ ശേഖരണം ഉണ്ടാകുന്നു. ഓം ശാന്തി. ആത്മീയ അച്ഛൻ ആത്മീയ കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നു. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ശരീരത്തോടൊപ്പമാണ് ഇരിക്കുന്നത്. അറിയാം, മൃത്യുലോകത്തിൽ ഇത് അന്തിമ ശരീരമാണ്. പിന്നീട് എന്ത് സംഭവിക്കുന്നു? പിന്നീട് ബാബയോടൊപ്പം ശാന്തിധാമത്തിലേക്ക് ഒരുമിച്ചു പോകുന്നു. ഈ ശരീരമുണ്ടാകില്ല. പിന്നീട് സ്വർഗത്തിൽ നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ച് വരുന്നു. എല്ലാവരും ഒരുമിച്ച് വരുന്നില്ല. ഇപ്പോൾ രാജധാനിയുടെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണോ ബാബ ശാന്തിയുടെയും സുഖത്തിന്റെയും സാഗരൻ, അതേപോലെ കുട്ടികളെയും ശാന്തിയുടെയും സുഖത്തിന്റെയും സാഗരനാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് ശാന്തിധാമത്തിലേക്ക് പോയി അവിടെ പ്രശോഭിക്കണം. അതിനാൽ ബാബയെയും വീടിനെയും സുഖധാമത്തെയും ഓർമ്മിക്കണം. ഇവിടെ നിങ്ങൾ എത്രത്തോളം ഈയൊരവസ്ഥയിൽ ഇരിക്കുന്നുവോ നിങ്ങളുടെ ജന്മജന്മാന്തരങ്ങളിലെ പാപം ഭസ്മമാകുന്നു. ഇതിനെയാണ് യോഗ അഗ്നി എന്ന് പറയുന്നത്. സന്യാസിമാർ സർവശക്തനുമായി യോഗം വെക്കുന്നില്ല. അവർ വസിക്കുന്ന സ്ഥാനമായ ബ്രഹ്മതത്വവുമായാണ് യോഗം വെക്കുന്നത്. അവർ തത്വയോഗികളാണ്. ബ്രഹ്മം അഥവാ തത്വവുമായി യോഗം വെക്കുന്നവർ. ഇവിടെ ജീവാത്മാക്കളുടെ കളിയാണ് നടക്കുന്നത്. അവിടെ ശാന്തിധാമത്തിൽ കേവലം ആത്മാക്കളാണ് വസിക്കുന്നത്. ആ മധുരമായ വീട്ടിലേക്ക് പോകുന്നതിനു വേണ്ടി മുഴുവൻ ലോകത്തിലുള്ളവരും പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. സന്യാസിമാരും പറയാറുണ്ട്, നമ്മൾ ബ്രഹ്മത്തിൽ പോയി ലയിക്കുമെന്ന്, അല്ലാതെ ബ്രഹ്മത്തിൽ പോയി വസിക്കുമെന്ന് പറയില്ല. ഇത് നിങ്ങൾ കുട്ടികൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഭക്തിമാർഗത്തിൽ എത്ര കഥകളാണ് കേട്ടുകൊണ്ടിരുന്നത്. ഇവിടെ ബാബ വന്ന് കേവലം 2 അക്ഷരമാണ് മനസ്സിലാക്കി തരുന്നത്. ചിലർ മന്ത്രങ്ങൾ ജപിക്കാറുണ്ട്, ചിലർ ഗുരുവിനെ ഓർമ്മിക്കാറുണ്ട്, ചിലർ മറ്റു പലരെയും ഓർമ്മിക്കുന്നു. വിദ്യാർത്ഥി ടീച്ചറെ ഓർമ്മിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് കേവലം ബാബയെയും വീടിനെയും ഓർമ്മിക്കണം. ബാബയിൽ നിന്നും നിങ്ങൾ ശാന്തിധാമത്തിന്റെയും സുഖധാമത്തിന്റെയും സമ്പത്ത് നേടുന്നു. അതുതന്നെ ഹൃദയത്തിൽ ഓർമ്മയുണ്ടായിരിക്കണം. വായിലൂടെ ഒന്നും തന്നെ പറയേണ്ടതില്ല. ബുദ്ധികൊണ്ട് നിങ്ങൾക്കറിയാം ശാന്തിധാമത്തിനു ശേഷം സുഖധാമമാണ് വരുന്നതെന്ന്. നമ്മൾ ആദ്യം മുക്തിയിലേക്കും പിന്നീട് ജീവൻ മുക്തിയിലേക്കും പോകുന്നു. മുക്തി ജീവൻ മുക്തി ദാതാവ് ഒരേ ഒരു ബാബയാണ്. ബാബ കുട്ടികൾക്ക് അടിക്കടി മനസ്സിലാക്കി തരുന്നു, സമയം നഷ്ടപ്പെടുത്തരുത്. ജന്മജന്മാന്തരത്തിലെ പാപങ്ങളുടെ ഭാരം ശിരസിലുണ്ട്. ഈ ജന്മത്തിന്റെ പാപങ്ങളെല്ലാം സ്മൃതിയിലുണ്ടാകും. സത്യയുഗത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നില്ല. ഇവിടെ കുട്ടികൾക്കറിയാം ജന്മജന്മാന്തരത്തിലെ പാപത്തിന്റെ ഭാരമാണെന്ന്. നമ്പർ 1 ആണ് ജന്മജന്മാന്തരമായി ചെയ്തുവന്ന
കാമവികാരത്തിലൂടെയുള്ള വികർമ്മം. ബാബയുടെ നിന്ദയും ധാരാളം ചെയ്തിട്ടുണ്ട്. സർവർക്കും സദ്ഗതി നൽകുന്ന ബാബയെ എത്രത്തോളം നിന്ദിച്ചു. ഇതെല്ലാം തന്നെ ശ്രദ്ധയിൽ വെക്കണം. ഇപ്പോൾ എത്ര കഴിയുന്നുവോ ബാബയെ ഓർമ്മിക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യണം. വാസ്തവത്തിൽ ആഹാ സദ്ഗുരു എന്നാണ് പറയാറുള്ളത്, ഗുരു എന്നു പോലുമല്ല. ആഹാ ഗുരു എന്നതിന് അർത്ഥമൊന്നുമില്ല. ആഹാ സദ്ഗുരു. മുക്തി, ജീവൻ മുക്തി അവർക്ക് മാത്രമേ നൽകാൻ സാധിക്കൂ. മറ്റുള്ള ഗുരുക്കന്മാർ ധാരാളമുണ്ട്. ഇവിടെ ഒരേ ഒരു സദ്ഗുരുവാണ്. നിങ്ങൾ കുട്ടികൾ ധാരാളം ഗുരുക്കന്മാരെ സമീപിച്ചിട്ടുണ്ട്. ഓരോ ജന്മത്തിലും ചിലർ 2-4 ഗുരുക്കന്മാരെ സ്വീകരിക്കുന്നു. ഗുരുക്കന്മാരെ സ്വീകരിച്ചതിനു ശേഷം പിന്നീട് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നു. ഒരുപക്ഷെ ഇവിടെ നിന്നെങ്കിലും നല്ല മാർഗം ലഭിക്കും. ഓരോ ഗുരുക്കന്മാരെ സമീപിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ആരെയും തന്നെ ലഭിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്കറിയാം, ഇവിടെ നമുക്ക് വസിക്കേണ്ടതില്ല. എല്ലാവർക്കും ശാന്തിധാമത്തിലേക്ക് പോകണം. ബാബ നിങ്ങളുടെ ക്ഷണം സ്വീകരിച്ചാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. നിങ്ങൾക്ക് സ്മൃതി ഉണർത്തുകയാണ്. നിങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു, വരൂ, വന്ന് ഞങ്ങൾ പതീതരെ പാവനമാക്കി മാറ്റൂ എന്ന്. പാവനമായുള്ളത് ശാന്തിധാമവും സുഖധാമവുമാണ്. ഞങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോകൂ എന്ന് പറഞ്ഞ് വിളിക്കുന്നു. വീട് എല്ലാവർക്കും ഓർമ്മയിലുണ്ടാകുന്നു. ആത്മാവുടൻ പറയും, ഞങ്ങളുടെ വാസസ്ഥാനം പരംധാമമാണെന്ന്. പരമപിതാവായ പരമാത്മാവും പരംധാമത്തിലാണ് വസിക്കുന്നത്. നമ്മളും പരംധാമത്തിലാണ് വസിക്കുന്നത്. ഇപ്പോൾ ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട്, നിങ്ങളുടെ മേൽ ബൃഹസ്പതിയുടെ ദശയാണ്. ഇത് പരിധിയില്ലാത്ത കാര്യമാണ്. പരിധിയില്ലാത്ത ദശ എല്ലാവരിലും ഉണ്ട്. ചക്രം കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ തന്നെയാണ് സുഖത്തിൽ നിന്നും ദുഃഖത്തിലേക്കും പിന്നീട് ദുഃഖത്തിൽ നിന്ന് സുഖത്തിലേക്കും വരുന്നത്. ശാന്തിധാമം, സുഖധാമം, പിന്നീടാണ് ഈ ദുഃഖധാമം. ഇതും നിങ്ങൾ കുട്ടികൾ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. മനുഷ്യരുടെ ബുദ്ധിയിൽ ഇരിക്കില്ല. ഇപ്പോൾ ബാബ ജീവിച്ചിരിക്കെ മരിക്കാൻ പഠിപ്പിക്കുകയാണ്. ഈയാമ്പാറ്റകൾ ദീപത്തിനു മേൽ ആഹൂതി ചെയ്യപ്പെടുന്നു. ചിലർ അതിനുമേൽ ഇഷ്ടം തോന്നി വീണു മരിക്കുന്നു, സമർപ്പണമായി തീരുന്നു. ചിലർ വട്ടം കറങ്ങിയ ശേഷം തിരിച്ചു പോകുന്നു. ഇതും ബാറ്ററിയല്ലേ? എല്ലാവരുടെയും ബുദ്ധിയോഗം ഒരേ ഒരു ബാബയുമായിയാണ്. നിരാകാരനായ ബാബയുമായി ബാറ്ററി ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ഈ ആത്മാവ് വളരെ സമീപത്തായതുകൊണ്ട് വളരെ സഹജമായിരിക്കും. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ നിങ്ങളുടെ ബാറ്ററി ചാർജ് ആകുന്നു. നിങ്ങൾ കുട്ടികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്നു. ഇദ്ദേഹത്തിന് സഹജമാണ്. എന്നാലും എത്രത്തോളം നിങ്ങൾ കുട്ടികൾ പുരുഷാർത്ഥം ചെയ്യുന്നുവോ അത്രയ്ക്കും ഇവർക്കും പുരുഷാർത്ഥം ചെയ്യേണ്ടതായി ഉണ്ട്. ബ്രഹ്മബാബ എത്രത്തോളം സമീപത്താണോ അത്രയ്ക്കും കൂടുതൽ ഉത്തരവാദിത്വത്തിന്റെ ഭാരവും ഉണ്ട്. മഹിമയുണ്ട് ആരുടെ ശിരസിലാണോ ഉത്തരവാദിത്വമുള്ളത് എന്ന്. ഇവരുടെ മേൽ വളരെയധികം ഉത്തരവാദിത്വമില്ലേ? ബാബ സമ്പൂർണമാണ്. ഇവർക്ക് സമ്പൂർണമാകേണ്ടതായിയുണ്ട്. ഇവർക്ക് എല്ലാവരെയും സംരക്ഷിക്കേണ്ടതായിയുണ്ട്. 2 പേരും ഒരുമിച്ചാണെങ്കിലും ചിന്ത ഉണ്ടാകുമല്ലോ. പെൺകുട്ടികളുടെ മേൽ ഒരുപാട് ഉപദ്രവങ്ങൾ ഉണ്ടാകുമ്പോൾ ദുഃഖമുണ്ടാകുന്നു. കർമാതീത അവസ്ഥ അവസാന സമയത്ത് മാത്രമേ ഉണ്ടാകൂ. അതുവരേക്കും ചിന്ത ഉണ്ടാവുക തന്നെ ചെയ്യും. പെൺകുട്ടികളുടെ കത്ത് വന്നില്ലെങ്കിലും
ചിന്തയുണ്ടാകുന്നു. അസുഖമൊന്നുമില്ലല്ലോ. സേവനത്തിന്റെ വർത്തമാനങ്ങൾ വരികയാണെങ്കിൽ ബാബ തീർച്ചയായും അവരെ ഓർമ്മിക്കുന്നു. ബാബ ഈ ശരീരത്തിലൂടെ സേവനം ചെയ്യുന്നു. ഇടയ്ക്ക് മുരളി കുറച്ചേ പറയൂ. 2-4 ദിവസം മുരളി വന്നില്ലെങ്കിലും നിങ്ങളുടെ പക്കൽ പോയിന്റുകൾ ഉണ്ടല്ലോ. നിങ്ങൾക്കും അവനവന്റെ ഡയറി നോക്കേണ്ടതായുണ്ട്. ബാഡ്ജിനെ കുറിച്ചും നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്നു. എപ്പോഴാണോ ആദി സനാതന ദേവീദേവതാ ധർമ്മം ഉണ്ടായത്, അപ്പോൾ മറ്റൊരു ധർമ്മങ്ങളും ഉണ്ടായിരുന്നില്ല. വൃക്ഷത്തിന്റെ ചിത്രവും എപ്പോഴും കൂടെ വേണം. വിവിധ ധർമ്മങ്ങളുടെ രഹസ്യം മനസ്സിലാക്കി കൊടുക്കേണ്ടതായുണ്ട്. ആദ്യമാദ്യം ഒരേ ഒരു അദ്വൈത ധർമ്മമായിരുന്നു. വിശ്വത്തിൽ ശാന്തി, സുഖം, പവിത്രത ഉണ്ടായിരുന്നു. ബാബയിൽ നിന്ന് മാത്രമേ സമ്പത്ത് ലഭിക്കൂ. കാരണം ബാബ ശാന്തിയുടെ സാഗരനും സുഖത്തിന്റെ സാഗരനുമല്ലേ. മുൻപ് നിങ്ങൾ ഒന്നും തന്നെ അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ എങ്ങനെയാണോ ബാബയുടെ ബുദ്ധിയിൽ ഇതെല്ലാം തന്നെ ഉള്ളത്, അതുപോലെ നിങ്ങളും ആയിത്തീരുന്നു. സുഖത്തിന്റെയും ശാന്തിയുടെയും സാഗരനായി നിങ്ങളും മാറുന്നു. തന്റെ കണക്കുകൾ നോക്കണം. ഏത് കാര്യത്തിലാണ് കുറവുള്ളത്? ഞാൻ പ്രേമത്തിന്റെ സാഗരനാണോ? ആരോടെങ്കിലും ദേഷ്യപ്പെടുന്ന രീതിയിലുള്ള പെരുമാറ്റമുണ്ടോ? സ്വയം തന്റെ മേൽ ദൃഷ്ടി വെക്കണം. ബാബ ആശീർവദിച്ചാൽ ഞാൻ ഇങ്ങനെയായി തീരുമെന്ന് ചിന്തിക്കരുത്. അങ്ങനെയല്ല. ബാബ പറയുന്നു, ഞാൻ ഡ്രാമയനുസരിച്ച് തന്റെ സമയത്ത് വന്നിരിക്കുന്നു. എന്റേത് കൽപ്പകൽപ്പത്തിലെ പ്രോഗ്രാമാണ്. ഈ ജ്ഞാനം മറ്റാർക്കും തന്നെ നൽകാൻ സാധിക്കില്ല. സത്യമായ ബാബ, സത്യമായ ടീച്ചർ, സദ്ഗുരു ഒരാൾ മാത്രമാണ്. ഇതും പക്കാ നിശ്ചയമുണ്ടെങ്കിൽ നിങ്ങളുടെ വിജയമുണ്ടാകുന്നു. ഇത്രയ്ക്കും അനേക ധർമ്മങ്ങൾ ഏതെല്ലാം തന്നെ ഉണ്ടോ, അതിന്റെ എല്ലാം തന്നെ വിനാശം സംഭവിക്കണം. എപ്പോഴാണോ സത്യയുഗി സൂര്യവംശി രാജധാനി ഉണ്ടായിരുന്നത്, അപ്പോൾ മറ്റൊരു വംശവും ഉണ്ടായിരുന്നില്ല. ഇനി വീണ്ടും അതുപോലെ തന്നെ ഉണ്ടാകുന്നു. മുഴുവനും ദിവസം ഇതുപോലെ സ്വയത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കൂ. ജ്ഞാനത്തിന്റെ പോയിന്റുകൾ ഉള്ളിൽ തറയ്ക്കണം. സന്തോഷം ഉണ്ടായിരിക്കണം. ബാബയിൽ എന്ത് ജ്ഞാനമാണോ ഉള്ളത്, അത് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ തന്നെ ധാരണ ചെയ്യണം. ഇതിൽ സമയമൊരിക്കലും വ്യർത്ഥമാക്കരുത്. രാത്രിയിലും സമയം ലഭിക്കുന്നു. ആത്മാവ് അവയവങ്ങളിലൂടെ കർമ്മങ്ങൾ ചെയ്ത് ചെയ്ത് ക്ഷീണിക്കുന്നു എന്ന് കാണുമ്പോൾ ഉറങ്ങുന്നു. ബാബ നിങ്ങളുടെ ഭക്തിമാർഗത്തിലെ എല്ലാ ദുഃഖങ്ങളും ദൂരീകരിച്ച് അക്ഷീണരാക്കി മാറ്റുന്നു. എങ്ങനെയാണോ രാത്രിയിൽ ആത്മാവ് ക്ഷീണിക്കുമ്പോൾ ശരീരത്തിൽ നിന്ന് വേറെയാകുന്നു, അതിനെ നിദ്ര എന്ന് പറയുന്നു. ആരാണ് ഉറങ്ങുന്നത്? ആത്മാവിനോടൊപ്പം കർമ്മേന്ദ്രിയങ്ങളും ഉറങ്ങുന്നു. ചിലപ്പോൾ രാത്രിയിലും ഉറങ്ങുന്ന സമയത്ത് ബാബയെ ഓർമ്മിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ചു വേണം ഉറങ്ങാൻ. അവസാന സമയത്ത് രാത്രിയും പകലും നിങ്ങൾ ഉറക്കത്തെ ജയിക്കുന്നവരായി മാറിയേക്കാം. അപ്പോൾ ഓർമ്മയിലുമിരിക്കുന്നു, വളരെയധികം സന്തോഷത്തിലുമിരിക്കുന്നു. 84 ജന്മത്തിന്റെ ചക്രത്തെ കറക്കിക്കൊണ്ടിരിക്കും. കോട്ടുവ അല്ലെങ്കിൽ ഉറക്കമൊന്നും തന്നെ വരികയില്ല. അല്ലയോ ഉറക്കത്തെ ജയിക്കുന്ന കുട്ടികളെ, സമ്പാദ്യത്തിൽ ഒരിക്കലും ഉറങ്ങരുത്. എപ്പോഴാണോ ജ്ഞാനത്തിൽ ലയിക്കുന്നത്, അപ്പോഴേ നിങ്ങളുടെ അവസ്ഥ അതുപോലെയായി തീരൂ. ഇപ്പോൾ നിങ്ങൾ കുറച്ചു സമയം ഇരിക്കുമ്പോഴും കോട്ടുവ അഥവാ ഉറക്കം വരരുത്. മറ്റു പല വശത്തേക്കും ശ്രദ്ധ പോകുമ്പോഴാണ് ഉറക്കം വരുന്നത്. നിങ്ങൾ കുട്ടികൾക്ക് ഇത് ശ്രദ്ധയിൽ വെക്കണം. നമുക്ക് മറ്റുള്ളവരെയും
തനിക്ക് സമാനമാക്കി മാറ്റണമെന്ന്. പ്രജകളും ആവശ്യമല്ലേ? ഇല്ലെങ്കിൽ എങ്ങനെ രാജാവായി തീരാനാണ്? ജ്ഞാനധനം ദാനം ചെയ്യൂ, അതൊരിക്കലും നഷ്ടപ്പെടുത്തരുത്. മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ, ദാനം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരിക്കലും നശിക്കില്ല. ഇല്ലെങ്കിൽ ശേഖരിക്കപ്പെടുകയില്ല. മനുഷ്യർ വളരെ ദുർഭാഗ്യശാലികളുമാകാറുണ്ട്. ധനത്തിന്റെ പേരിൽ വളരെയധികം യുദ്ധം ചെയ്യുകയും കലഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ബാബ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ഈ അവിനാശി ജ്ഞാനധനം നൽകുന്നു. ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ടിരിക്കൂ. ഇതിലൊരിക്കലും ഭാഗ്യം കെട്ടവരാകരുത്. ദാനം ചെയ്യുന്നില്ലെങ്കിൽ നമ്മളിൽ അതില്ല എന്നാണ് അർത്ഥം. ഈ സമ്പാദ്യത്തിൽ യുദ്ധത്തിന്റെ കാര്യമൊന്നും തന്നെയില്ല. ഇതിനെ ഗുപ്തമെന്നാണ് പറയുക. നിങ്ങൾ ഗുപ്തമായ യോദ്ധാക്കളാണ്. നിങ്ങൾ 5 വികാരങ്ങളോടൊപ്പമാണ് യുദ്ധം ചെയ്യുന്നത്. നിങ്ങളെ അജ്ഞാത യോദ്ധാക്കളെന്നാണ് പറയുന്നത്. കാലാൽപ്പട ധാരാളമുണ്ടാകും. ഇവിടെയും അതുപോലെയാണ്. പ്രജകളുടെ സംഖ്യ കൂടുതലായിരിക്കും. ബാക്കി ക്യാപ്റ്റനും മേജറുമെല്ലാം തന്നെ ഉണ്ട്. നിങ്ങൾ സൈനികരിലും നമ്പർ വൈസാണ്. ബാബ മനസ്സിലാക്കി തരുന്നു, ഇത് കമാൻഡറാണ്, ഇത് മേജറാണ്. മഹാരഥികളും കുതിരസവാരിക്കാരുമെല്ലാം ഉണ്ടല്ലോ. ഇതും ബാബയ്ക്കറിയാം. 3 പ്രകാരത്തിൽ മനസ്സിലാക്കി കൊടുക്കുന്നവരുണ്ട്. നിങ്ങൾ അവിനാശി ജ്ഞാനരത്നങ്ങളുടെ വ്യാപാരമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരും വ്യാപാരമാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഗുരുക്കന്മാർ പോകുമ്പോൾ അതിനു പിന്നാലെ ശിഷ്യഗണങ്ങളും പോകുന്നു. അത് സ്ഥൂലമായതാണ്. ഇത് സൂക്ഷ്മമായ കാര്യങ്ങളും. അനേക പ്രകാരത്തിലുള്ള ധർമ്മങ്ങളുണ്ട്. ഓരോരുത്തർക്കും അവനവന്റേതായ മതമുണ്ട്. നിങ്ങൾക്കും പോയി അവരുടേത് കേൾക്കാൻ സാധിക്കും. അവർ എന്താണ് കേൾപ്പിക്കുന്നത്, എന്തെല്ലാമാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ബാബ നിങ്ങൾക്ക് 84 ജന്മങ്ങളുടെ കഥയാണ് മനസ്സിലാക്കി തരുന്നത്. നിങ്ങൾ കുട്ടികൾക്ക് തന്നെയാണ് ബാബ വന്ന് സമ്പത്ത് നൽകുന്നത്. ഇതും ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ്. ഇപ്പോൾ കലിയുഗം അവസാനം വരേക്കും ആത്മാക്കൾ വന്നുകൊണ്ടിരിക്കുന്നു, വൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ഏതുവരെ ബാബ ഇവിടെയുണ്ടോ സംഖ്യ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. പിന്നീട് ഇത്രയ്ക്കും ആളുകൾ എവിടെയാണ് വസിക്കുക, എവിടെ നിന്നാണ് കഴിക്കുക? എല്ലാത്തിന്റെയും കണക്ക് വെക്കണമല്ലോ. അവിടെ ഇത്രയ്ക്കും മനുഷ്യർ ഉണ്ടാകുന്നില്ല. കഴിക്കുന്നത് വളരെ കുറച്ചായിരിക്കും. എല്ലാവർക്കും അവരവരുടേതായ കൃഷിസ്ഥലമുണ്ടാകും. ധാന്യങ്ങൾ എടുത്തുവെച്ച് എന്ത് ചെയ്യാനാണ്? ഇവിടെ ചെയ്യുന്നതുപോലെ അവിടെ മഴയ്ക്ക് വേണ്ടി യജ്ഞമൊന്നും രചിക്കേണ്ടതായി വരില്ല. ഇപ്പോൾ ബാബ യജ്ഞം രചിച്ചു. മുഴുവൻ പഴയ ലോകവും യജ്ഞത്തിൽ സ്വാഹ ആയി തീരുന്നു. ഇത് പരിധിയില്ലാത്ത യജ്ഞമാണ്. മറ്റുള്ള മനുഷ്യർ മഴയ്ക്ക് വേണ്ടി പരിധിക്കുള്ളിലുള്ള യജ്ഞം രചിക്കുന്നു. മഴ പെയ്താൽ സന്തോഷമാകും. യജ്ഞം സഫലമായി എന്ന് ചിന്തിക്കും. മഴ പെയ്തില്ലെങ്കിൽ ധാന്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. ദാരിദ്ര്യമായിരിക്കും. യജ്ഞം രചിക്കുന്നുണ്ടെങ്കിലും മഴ പെയ്യുന്നില്ലെങ്കിൽ എന്തു ചെയ്യാനാണ്? ആപത്തുകൾ വരിക തന്നെ ചെയ്യും. മിസൈലുകളുടെ മഴയും ഭൂകമ്പവും എല്ലാം തന്നെ സംഭവിക്കണം. നിങ്ങൾ കുട്ടികൾ ഡ്രാമയുടെ ചക്രത്തെക്കുറിച്ച് മനസ്സിലാക്കി. ഈ സൃഷ്ടി ചക്രത്തിന്റെ ചിത്രവും വളരെ വലുതായിരിക്കണം. ഇതിന്റെ പരസ്യം വലിയ വലിയ സ്ഥാനങ്ങളിൽ വയ്ക്കുകയാണെങ്കിൽ വലിയ ആളുകൾ പഠിക്കും. മനസ്സിലാക്കിക്കൊള്ളും, ഇത് പുരുഷോത്തമ സംഗമയുഗം ആണെന്ന്. കലിയുഗത്തിൽ ധാരാളം മനുഷ്യരുണ്ട്. സത്യയുഗത്തിൽ കുറച്ചു മനുഷ്യരെ ഉണ്ടാകൂ. അപ്പോൾ ബാക്കിയുള്ളവർ മുഴുവനും നശിക്കുന്നു.
ശിവജയന്തി അർത്ഥം സ്വർഗജയന്തി, ലക്ഷ്മി നാരായണന്റെ ജയന്തിയാണ്. കാര്യം വളരെയധികം സഹജമാണ്. ശിവജയന്തി ആഘോഷിക്കാറുണ്ട്. ബാബ പരിധിയില്ലാത്ത അച്ഛനാണ്. ബാബ തന്നെയാണ് സ്വർഗം സ്ഥാപിച്ചിരുന്നത്. ഇത് ഇന്നലത്തെ കാര്യമാണ്. നിങ്ങൾ സ്വർഗവാസിയായിരുന്നു. ഇത് വളരെയധികം സഹജമായ കാര്യമാണ്. കുട്ടികൾ നല്ല രീതിയിൽ മനസ്സിലാക്കി പിന്നീട് മനസ്സിലാക്കി കൊടുക്കണം. സന്തോഷത്തിലും ഇരിക്കണം. ഇപ്പോൾ നമ്മൾ സദാകാലത്തേക്ക് അസുഖത്തിൽ നിന്ന് മുക്തമായി 100% ആരോഗ്യശാലിയും സമ്പന്നരുമായി മാറുകയാണ്. ബാക്കി കുറച്ചു സമയം മാത്രമേ ഉള്ളൂ. എത്ര തന്നെ ദുഃഖവും മരണവും സംഭവിച്ചാലും നിങ്ങൾ ആ സമയത്ത് സദാ സന്തോഷത്തിലിരിക്കുന്നു. നിങ്ങൾക്കറിയാം മരണം സംഭവിക്കുക തന്നെ വേണമെന്ന്. ഇത് കൽപ്പകൽപ്പത്തിലെ കളിയാണ്. ചിന്തയുടെ കാര്യമൊന്നും തന്നെ ഇല്ല. ആരാണോ പക്ക ആയുള്ളവർ അവർ ഒരിക്കലും അയ്യോ അയ്യോ എന്ന് നിലവിളിക്കില്ല. മനുഷ്യർ ആരുടെയെങ്കിലും ഓപ്പറേഷൻ കാണുകയാണെങ്കിൽ തല കറങ്ങി വീഴുന്നു. ഇനി എത്ര വലിയ മരണമാണ് സംഭവിക്കാൻ പോകുന്നത്? നിങ്ങൾ കുട്ടികൾക്കറിയാം ഇതെല്ലാം തന്നെ സംഭവിക്കണമെന്ന്. ഇങ്ങനെ പറയാറുണ്ട്, എലിക്ക് പ്രാണവേദന, പൂച്ചയ്ക്ക് വിളയാട്ടം. ഈ പഴയ ലോകത്തിൽ ധാരാളം ദുഃഖം സഹിച്ചു. ഇനി പുതിയ ലോകത്തിലേക്ക് പോകണം. ശരി, വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികളെ പ്രതി മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും പുലർക്കാല വന്ദനവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ബാബയിൽ നിന്ന് അവിനാശി ധനം നേടി മറ്റുള്ളവർക്ക് ദാനം ചെയ്യണം. ജ്ഞാനധനം ദാനം ചെയ്യുന്നതിൽ ഭാഗ്യം കെട്ടവരാകരുത്. ജ്ഞാനത്തിന്റെ പോയിന്റുകൾ ഉള്ളിൽ ഇറ്റിറ്റ് കൊണ്ടിരിക്കണം. രാജാവാകുന്നതിന് വേണ്ടി തീർച്ചയായും പ്രജകളെ തയ്യാറാക്കണം. 2. തന്റെ കണക്ക് നോക്കണം. 1. ഞാൻ ബാബയ്ക്ക് സമാനം സ്നേഹസാഗരനായി മാറിയോ? 2. ഒരിക്കലും ആരോടും ദേഷ്യപ്പെടുന്നില്ലല്ലോ? 3. തന്റെ പെരുമാറ്റത്തിനു മേൽ പൂർണ്ണ ശ്രദ്ധയുണ്ടോ? വരദാനം: ജ്ഞാനത്തോടൊപ്പം ഗുണങ്ങളും പ്രത്യക്ഷമാക്കി സർവഗുണസമ്പന്നരായി മാറുന്ന ഗുണമൂർത്തികളായി ഭവിക്കൂ. ഓരോരുത്തരിലും ജ്ഞാനം ധാരാളമുണ്ട്. എന്നാൽ ഇപ്പോൾ ഗുണങ്ങൾ പ്രത്യക്ഷമാക്കേണ്ടത് ആവശ്യമാണ്. അതിനാൽ വിശേഷ കർമ്മങ്ങളിലൂടെ ഗുണദാതാവായി മാറൂ. എനിക്ക് സദാ ഗുണമൂർത്തിയായി എല്ലാവരെയും ഗുണമൂർത്തികളാക്കുന്ന കർത്തവ്യത്തിൽ തൽപരനായിരിക്കണം എന്ന സങ്കല്പമെടുക്കൂ. ഇതിലൂടെ വ്യർത്ഥം കാണുന്നതിനും കേൾക്കുന്നതിനും ചെയ്യുന്നതിനും സമയം ലഭിക്കില്ല. ഈ വിധിയിലൂടെ സ്വയത്തിന്റെ അല്ലെങ്കിൽ സർവരുടെയും ദൗർബല്യങ്ങൾ സഹജമായി സമാപ്തമാകുന്നു. അതിനാൽ ഈ കാര്യത്തിൽ ഓരോരുത്തരും സ്വയം നിമിത്ത നമ്പർ 1 എന്ന് മനസ്സിലാക്കി സർവഗുണ സമ്പന്നരാകുന്നതിനും ആക്കുന്നതിലും മാതൃക ആകൂ. സ്ലോഗൻ: മനസ്സിലൂടെ യോഗദാനവും വാക്കുകളിലൂടെ ജ്ഞാനദാനവും കർമ്മങ്ങളിലൂടെ ഗുണദാനവും ചെയ്യൂ. ഓം ശാന്തി.